അപ്പോൾ ഹലോ, വെൽക്കം ടു ആർ ഇക്വിറ്റി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ചാനലിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബയോടെക്നോളജി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഇൻ മലയാളം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബയോടെക്നോളജി ക്ലാസ്സസ് ബേസ്ഡ് ഓൺ സെറ്റിൻ്റെ സിലബസ് അനുസരിച്ചാണ് ഇടാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏത് എക്സാം ആണെങ്കിലും, നമ്മൾ ഏത് എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ എഴുതാൻ പോവുകയാണെങ്കിലും വി ഷുഡ് ഹാവ് ദ സിലബസ്. നമുക്ക് ആ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും നമ്മൾ ഏതൊക്കെ പോർഷനാണ് കംപ്ലീറ്റ് ചെയ്തത്, ഏതൊക്കെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈവൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ സെറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഫുൾ ഫോം. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട ബേസിക് ക്രൈറ്റീരിയ ആണ് സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ കോളേജസിൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് വേണം ഇപ്പോൾ, അല്ലേ? അപ്പോൾ അതൊരു നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നില്ല, സെറ്റ് മതി എന്നുള്ള ഒരു അറിവുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു റൂളുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിവേ, അപ്പോൾ ബേസിക്കലി നമ്മൾ ബയോടെക്നോളജിയുടെ സെറ്റിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് 6 യൂണിറ്റ് ആണുള്ളത്. 6 യൂണിറ്റിലും ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽ ബയോളജി, ജനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി ആണ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനാണ് ഓർഗനൈസേഷൻ ഓഫ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ സെൽ ബയോളജിയിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെല്ലാണ്. എന്താണ് ഒരു പ്രോകാരിയോട്ടിക് സെൽ, എന്താണ് ഒരു യൂകാരിയോട്ടിക് സെൽ എന്നുള്ളതാണ്. അതിനു മുമ്പേ നമുക്ക് എന്താണ് ഒരു സെൽ എന്ന് പഠിക്കാം, അല്ലേ? ഒരു സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് കേൾക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ഓരോ ബ്രിക്സും കെട്ടിയാണ് ആ ഒരു വീട് ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു ഓർഗാനിസത്തിനെ എടുത്തു നോക്കിയാൽ അതിൽ ഓരോ അവയവങ്ങളും ഓരോ പാർട്ടും, മനുഷ്യൻ്റെ ഓരോ പാർട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് ജീവനുള്ള വസ്തുവായാലും അതിൻ്റെ ഓരോ പാർട്ടും മേക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സെല്ല് കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓരോ ഫങ്ഷനും, അത് സിമ്പിൾ ടു കോംപ്ലക്സ് ഫങ്ഷൻ ആയാൽ തന്നെ അത് ഓരോ ഫങ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിലും അതിന് സെല്ല് വേണം. അതുകൊണ്ടാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെൽ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അല്ലേ? അപ്പോൾ ഇനി ഓർഗനൈസേഷൻ ഓഫ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെല്ല് പഠിക്കാം. ഓക്കെ, എന്താണ് ഒരു പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്? പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രിമിറ്റീവായിട്ട് എവല്യൂഷണറി വൈസ് നോക്കിയാൽ ആദ്യം കാണപ്പെടുന്ന സെൽസിനെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. അതേസമയം യൂകാരിയോട്ടിക് സെൽ ആണെന്നുണ്ടെങ്കിൽ ഇവല്യൂഷണറി വൈസ് കോംപ്ലക്സ് ആയിട്ട് പ്രോകാരിയോട്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത കോംപ്ലക്സ് ഫോം ഓഫ് സെൽസ് ആണ് യൂകാരിയോട്സിൻ്റെതെന്ന് പറയുന്നത്. അപ്പോൾ പ്രോകാരിയോട്സിൻ്റെ സെൽ സൈസ് നമ്മൾ നോക്കിയാൽ ആദ്യം നമുക്ക് സെൽ സൈസ് ഒന്ന് തുടങ്ങാം. ഒരു 0.1 to 0.5 മൈക്രോമീറ്റർ ഇൻ സൈസ് ആയിരിക്കും പ്രോകാരിയോട്സിൻ്റെതെന്ന് പറയുന്നത്. വളരെ സ്മോളർ ഇൻ സൈസ് ആണ് അവർ. പിന്നെ യൂകാരിയോട്സിൻ്റെതെന്ന് പറഞ്ഞാൽ യൂകാരിയോട്സ് കുറച്ചുകൂടെ ലാർജർ ഇൻ സൈസ് ആണ്. അതായത് 10 to 100 മൈക്രോമീറ്റേഴ്സ് ആണ് അവരുടെ ഒരു സൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏറ്റവും എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രോകാരിയോട്സിന് ട്രൂ ന്യൂക്ലിയസ് ഇല്ല, യൂകാരിയോട്സിന് ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്. എന്താണ് ഈ ട്രൂ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗനൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ
ഓർഗനൽ അല്ല ന്യൂക്ലിയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രൂ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അതായത് പ്രോക്യാരിയോട്സിന് അവരുടെ ന്യൂക്ലിയസ് എടുത്ത് നോക്കിയാൽ സർക്കുലർ ഇൻ ഫോം ആയിരിക്കും. പിന്നെ അവർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടല്ല കാണപ്പെടുന്നത്. അവരെ നമുക്ക് എന്താ സൈറ്റോപ്ലാസത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ എന്താ പ്രത്യേകിച്ച് മെംബ്രെയിൻ ബൗണ്ട് ഒന്നും അല്ലാതെ വേർതിരിവൊന്നും ഇല്ലാതെ സൈറ്റോപ്ലാസത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണപ്പെടുന്നവയാണ് ഈ പ്രോക്യാരിയോട്സിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സിംഗിൾ ഇൻ സർക്കുലർ ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. അതേസമയം യൂക്യാരിയോട്സിന്റെ എന്ന് പറഞ്ഞാൽ ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവർക്ക് DNA എന്ന് പറയുന്നത് എന്താ ലീനിയർ ഫോമിലാണ് കാണപ്പെടുന്നത്. അവര് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട്, അതായത് സൈറ്റോപ്ലാസത്തിൽ നിന്ന് അവർക്കൊരു വേർതിരിവുണ്ടായിരിക്കും. അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് അവര് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓർഗനൽസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ടല്ല, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടല്ല നമ്മുടെ പ്രോക്യാരിയോട്സിൽ കാണപ്പെടുന്നത്. യൂക്യാരിയോട്സിലാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ആ സൈറ്റോപ്ലാസത്തിൽ നിന്ന് വേർതിരിച്ച് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓർഗനൽസ് സെപ്പറേറ്റഡ് ആയിട്ട് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, അങ്ങനെ പിന്നെന്താ മൈറ്റോകോൺട്രിയ, അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി റൈബോസോമിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ അവർ സ്മോളർ ഇൻ സൈസാണ്, ചെറുതായിരിക്കും. പ്രോക്യാരിയോട്സിൽ ചെറിയ സൈസ് ആയിരിക്കും. യൂക്യാരിയോട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ റൈബോസോം എന്ന് പറയുന്നത് നമുക്ക് അറ്റാച്ച്ഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടും കാണപ്പെട്ടും അല്ലാതെ സ്കാറ്റേർഡ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. പിന്നെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. പ്രോക്യാരിയോട്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ഒരു സെൽ വാൾ കാണപ്പെടുന്നുണ്ട്. പ്രോക്യാരിയോട്സിലെല്ലാം അത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൊണ്ടാണ് അവരുടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം യൂക്യാരിയോട്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂക്യാരിയോട്സിൽ വരുന്ന എന്തൊക്കെയാ പ്ലാന്റ് സെൽ, ആനിമൽ സെൽ, അങ്ങനെ യൂക്യാരിയോട്ടിക് സെൽ എടുത്ത് നോക്കിയാൽ പ്ലാന്റ് സെല്ലിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ സെൽ വാൾ കാണപ്പെടുന്നത്. പിന്നെ ചില യൂക്യാരിയോട്ടിക് സെല്ലിലും നമുക്ക് കാണുന്നുണ്ട് ഈ സെൽ വാൾ എന്ന് പറയുന്ന ഓരോ സംഭവം. അപ്പോൾ ഈ സെൽ വാള് അവിടെയാണ്. യൂക്യാരിയോട്ടിക് സെല്ലിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈറ്റിൻ അല്ലെങ്കിൽ സെല്ലുലോസ് എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ് യൂക്യാരിയോട്ടിക് സെല്ലില് സെൽ വാള് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്താണ് നമ്മുടെ ഫ്ലജല്ല. ഓക്കെ, ഫ്ലജല്ല എന്ന് പറയുന്നത് ഈ ഒരു യൂക്യാരിയോട്ടിക് സെല്ലില് വളരെ ഫ്രീ ആയിട്ട്, അതായത് റിജിഡ് അല്ല, വളരെ ഫ്ലെക്സിബിൾ ആണ്, കുറച്ചുകൂടി കോംപ്ലെക്സ് ഇൻ സ്ട്രക്ചർ ആണ് യൂക്യാരിയോട്സിൽ. പ്രോക്യാരിയോട്സിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻ സ്ട്രക്ചർ ആണ്, പക്ഷെ റിജിഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അത്ര ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി റീപ്രൊഡക്ഷൻ പ്രോക്യാരിയോട്ടിക് സെല്ലിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ദേ ആർ റീപ്രൊഡ്യൂസ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അവിടെ കാണപ്പെടുന്നത്. ബൈനറി ഫിഷനിലൂടെ, അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലീവേജ് വന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ട് അങ്ങ് മാറുക. ഓക്കെ, അതേസമയം യൂക്യാരിയോട്ടിക് സെല്ലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. കുറച്ചുകൂടെ സെക്ഷലിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മൈറ്റോസിസ്, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മൈറ്റോസിസ് അല്ലെങ്കിൽ മിയോസിസ് എന്ന പ്രോസസ്സിലൂടെ ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോക്യാരിയോട്സിൽ വരുന്നത് എന്തൊക്കെയാ? ബാക്ടീരിയ, ആർക്കിയ, ഇതാണ് പ്രോക്യാരിയോട്സിൽ വരുന്നത്. യൂക്യാരിയോട്സിൽ എന്തൊക്കെയാ വരുന്നത്? പ്ലാന്റ് സെൽ, ആനിമൽ സെൽ, പ്രോട്ടിസ്റ്റ്, ഫംഗി, ഇതൊക്കെയാണ് യൂക്യാരിയോട്സിൽ വരുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ.